നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3. അങ്ങനെ ഇന്നലെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല, കോവിഡിന്റെ സമയത്തുണ്ടായ ശക്തമായ ഇടിവിന് ശേഷം, അതായത് ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം, ഇന്ന് TCSന്റെ സ്റ്റോക്ക് പ്രൈസിൽ 9% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ഇരിക്കെ ഗ്ലോബലി അനുഭവപ്പെടുന്ന മറ്റൊരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ ക്ഷീണമേൽപ്പിക്കുന്നുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. എന്നാൽ അതേസമയം 23,151 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. മാത്രമല്ല, ഇന്നത്തെ ഡേ ലോയിൽ നിന്നും 250 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാനായെങ്കിലും 78 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 23,400 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ സെൻസെക്സിന് 303 പോയിന്റുകളുടെയും അതേസമയം നിഫ്റ്റി ബാങ്കിന് 471 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1210 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ 1774 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. TCS, ടെക് മഹീന്ദ്ര, HCL ടെക്നോളജീസ്, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിൽ ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽസ്, മാക്സ് ഹെൽത്ത് കെയർ, ട്രെൻഡ്, SBI ലൈഫ്, ICIC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ശക്തമായ നേട്ടം കൈവരിക്കുവാനുമായി. അവസാന 2 ട്രേഡിംഗ് സെഷനുകളിലെ, അതായത് തിങ്കൾ ചൊവ്വ ദിനങ്ങളില് നിഫ്റ്റി ITക്ക് ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 6% നേട്ടവും കൈവരിക്കുവാനായെങ്കിൽ ഇന്ന് സിംഗിൾ ഡേയില് 5% നഷ്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. കൂടാതെ FMCG, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്കും 1% നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസിന് 0.8%, എന്നാൽ അതേസമയം ടെലികോമിന് 2%, PSU ബാങ്ക് ഇൻഡെക്സിന് 1.8%, ഫാർമ, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകൾക്ക് 0.5% നേട്ടം കൈവരിക്കുവാനായി. ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.4%, സ്മോൾ ക്യാപ്പിന് 0.1% നേരിയ നഷ്ടത്തോടുകൂടിയും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് US ഡോളറിനെതിരെ 44 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 95.71 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ടും വന്നു. ഇൻഡസിൻ ബാങ്കിന്റെ മുൻ ഉദ്യോഗസ്ഥർ ക്ലയന്റുകളുടെ കമ്പനികൾ നടത്തിയ ഇൻസൈഡർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ കൊൽക്കത്തയില് സെബി ഇന്ന് പരിശോധന നടത്തി. ഇന്ന് മാർക്കറ്റ് അടയ്ക്കുന്നതിന് തൊട്ടു മുന്നേ വന്നൊരു റിപ്പോർട്ടാണ്. അതായത് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന്റെ വിലയിലുണ്ടാകുന്ന ശക്തമായ ഉയർച്ചയെ പ്രതിരോധിക്കുന്നതിനായിട്ട്, അഥവാ എയർ ടർബൈൻ ഫ്യൂവലിന്റെ പ്രൈസിന് സ്റ്റെബിലൈസേഷൻ ചെയ്യുവാനായിട്ട് 10,000 കോടി രൂപയുടെ ഫണ്ടിനായിട്ടുള്ള അനുമതി നൽകിയെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു. ഏതാനും ദിവസങ്ങളായിട്ട് ഒരു സംഘം US പ്രതിനിധികൾ ഇന്ത്യയുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. കൂടാതെ ഇന്നലെ മറ്റൊരു സംഘം ഇതിനെ ജോയിൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം ഇന്ത്യയും US തമ്മിലുള്ള FTAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 99% കാര്യങ്ങളും പൂർത്തിയാക്കി. ഇനി ആകെ 1% ബാക്കി നിൽക്കുന്നത് ടെക്നിക്കലും ലീഗലായിട്ടുള്ള ഇഷ്യൂമാണ്. അതുകൊണ്ട് തന്നെ US അംബാസിഡർ സെറിജിയോ ഗോവർ ഇന്ന് പ്രസ്താവന നടത്തി. അതായത് നാളെ US സംഘം ഇന്ത്യൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്ററായ ശ്രീ പീയൂഷ് ഗോയലുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ കൺക്ലൂഷൻ ആയിട്ടുള്ള മീറ്റിംഗ് നടത്തുമെന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. ഇന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മെയ് മാസത്തെ ക്രൂഡ് ഓയിലിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UAE സൗദി അറേബ്യനെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ക്രൂഡ് സപ്ലയർ ആയിട്ട് മാറുകയും ചെയ്തു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റില് ആദ്യഘട്ടത്തിൽ ശക്തമായ ഇടിവിലേക്കും പിന്നീട് നഷ്ടങ്ങളൊക്കെ ഒരു പരിധി വരെ തിരിച്ചു പിടിച്ചുകൊണ്ട് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും, കൂടാതെ ഇന്ന് മാർക്കറ്റിൽ ശക്തമായ വോൾട്ടാലിറ്റി അനുഭവപ്പെടുവാനും ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട്സ് ആണ് കണ്ടിരുന്നതും. അത് ഇന്ന് പല മാധ്യമങ്ങൾ വഴി നമ്മളെ ഒട്ടുമിക്ക ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാകും. ഇന്നലെ
US വീണ്ടും ഇറാന്റെ മുകളിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇറാൻ പുതിയൊരു തീരുമാനമെടുത്തു. അതായത് ഏപ്രിൽ 7 മുതൽ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം പല ഘട്ടങ്ങളിലും യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ മുകളിൽ ഇടവിട്ടുള്ള ആക്രമണങ്ങൾ പലതവണ ആവർത്തിക്കപ്പെട്ടപ്പോഴും ഇറാൻ സമീപനം പാലിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായ ഇറാൻ ഇന്ന് US സഖ്യകക്ഷികളായ കുവൈറ്റിന്റെയും ബഹ്റിന്റെ മുകളിൽ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്നലെ മുതൽ പ്രവർത്തനം പുനരാരംഭിച്ച കുവൈറ്റ് എയർപോർട്ടിൽ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്തു. തൽഫലമായി ഇന്ന് വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ശക്തമായ തോതിൽ ചൂടുപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. തിങ്കളാഴ്ച 2.6% ഇന്നലെ 4% നേട്ടം കൈവരിക്കുവാനായ നിഫ്റ്റി ഐടിക്ക് ഇന്ന് 5% ഇടിവാണ് സിംഗിൾ ഡേയിൽ അനുഭവപ്പെട്ടതും. മാത്രമല്ല, നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ പല സ്റ്റോക്കുകളിലും കോവിഡിന് ശേഷമുള്ള സിംഗിൾ ഡേയിൽ ഏറ്റവും വലിയ ഇടിവാണ് അനുഭവപ്പെട്ടതും. ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായ ഇൻഫോസിസിന് 3.25%, പെർസിസ്റ്റന്റ് സിസ്റ്റംസിന് 6.25%, TCSന് ക്ലോസിംഗ് ബേസിസിൽ 8.25%, ടെക് മഹീന്ദ്രയ്ക്ക് 6.25%, L&T മൈൻഡ്രിക്ക് 6.25%, HCL ടെക്കിന് 5% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ നിഫ്റ്റി ഐടി ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ 10 സ്റ്റോക്കുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് ഏതാനും ആഴ്ചകളായിട്ട് US ഉൾപ്പെടെ ടെക് കമ്പനികളിൽ ശക്തമായ റാലിയായിരുന്നു അനുഭവപ്പെട്ടതും. തൽഫലമായി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും കണ്ടിരുന്നു US മാർക്കറ്റുകൾ പലതവണ ഫ്രഷ് റെക്കോർഡ് ഹൈകൾ കഴിഞ്ഞ ആഴ്ച ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സോ ഇന്ന് ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്, അഥവാ കനത്ത സെൽ ഓഫ് തന്നെയാണ് ഗ്ലോബലി സോഫ്റ്റ്വെയർ മേഖലയിൽ കാണുവാനായിട്ടും സാധിക്കുക. ഇന്നലെ 7% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ ഏകദേശം 10% ഉയർച്ച രേഖപ്പെടുത്തി. എങ്കിലും ക്ലോസിംഗ് ബേസിസിൽ കുറച്ചൊക്കെ കൂൾ ഓഫ് ആകാനായെങ്കിലും 5.92% ഉയർച്ചയോടുകൂടി 16.27 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മാത്രമല്ല, ഇന്ന് ഇന്ത്യ വിക്സും ഹൈലി വോളട്ടൈലുമായിരുന്നു. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും ചൂടുപിടിച്ചതിനെ തുടർന്ന് എണ്ണയുടെ വിലയിൽ ശക്തമായ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നതും. ബ്രെൻ ക്രൂഡിന്റെ വിലയിൽ 2.5%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.25% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. ഇന്നലെ വരെ ഈ കലണ്ടർ മാസത്തില് 2 ട്രേഡിംഗ് സെഷനുകൾ പൂർത്തിയാക്കുമ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഏകദേശം 12,000 കോടി രൂപയ്ക്ക് അടുത്താണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 2 ദിവസങ്ങൾ കൊണ്ട് മാത്രം സെല്ല് ചെയ്തിറങ്ങിയതും. കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടിരുന്നു 21,000 കോടി രൂപയ്ക്ക് മുകളിലാണ് അവർ സെല്ലിംഗ് നടത്തുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ജൂൺ മാസം 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ കലണ്ടർ വർഷത്തിൽ മാത്രം അവരുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ മാർക്കറ്റിന് ഏകദേശം 2.22 ലക്ഷം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നേരിടേണ്ടതായിട്ടും വരുന്നത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും സെല്ലിംഗ് വർദ്ധിപ്പിച്ചത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ആത്മവിശ്വാസത്തെ ഇന്നും നെഗറ്റീവായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ വർധനവിന്റെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും ശക്തമായ ഇടിവ് തന്നെയാണ് US ഡോളറിനെതിരെ നേരിടേണ്ടതായിട്ട് വന്നത്. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ 44 പൈസയുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റുകളെ ഡയറക്റ്റ് പ്രഷർ ചെയ്യുമെന്നുള്ളതിനാലും കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വികർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ശോഷണവും. ഇന്ത്യയില് US-ലെ പ്രതിനിധികൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുണ്ടെങ്കിലും ഇന്ന് പുതിയ റിപ്പോർട്ടുകൾ വന്നു. അതായത് US ട്രേഡ് റെപ്രസെന്റേറ്റീവുകളുടെ ഭാഗത്ത് നിന്നും ഇന്ത്യ ഉൾപ്പെടെ 54 രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 12% അഡീഷണൽ താരിഫ് നടപ്പിലാക്കണമെന്നാണ് പുതിയ അഭിപ്രായങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തത്. ഇതിലേക്ക് പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ ഉൾപ്പെടെ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഭൂരിഭാഗം സാധനങ്ങളും ഫോഴ്സ്ഡ് ലേബറിന്റെ ഔട്ട്പുട്ട് എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തലുകളും. പക്ഷേ അത് നമുക്കൊരു പക്ഷേ സമ്മതിക്കാനും പറ്റത്തില്ല. ഈ ഒരു ത്രെഡ് ഇന്ന് US-ന്റെ ഭാഗത്ത് നിന്നും വന്നതും കൂടാതെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റില് വീക്ക്നെസ്സും പ്രകടമായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. എന്നാൽ ആദ്യം നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു വശത്ത് ഗ്ലോബലിയും കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ചൂടുപിടിക്കുന്നതാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡൊമസ്റ്റിക്കലി പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് US-ഉമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ള
വർഷങ്ങളായിട്ട് കാത്തിരുന്ന പ്രധാന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതും ആയതിനാൽ തന്നെ ഇന്ന് ഒരു വശത്ത് നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സും മറുവശത്ത് അതേസമയം പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകളും നിലനിന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ വോൾട്ടാലിറ്റിയും അനുഭവപ്പെടാൻ ഇടയാക്കിയതും. എസ്പെഷ്യലി ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം ഇന്ന് അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ വീക്ക്ലി കോൺട്രാക്ട്സിലും നാളെ എക്സ്പയർ ആകേണ്ട സെൻസെക്സിന്റെ വീക്ക്ലി കോൺട്രാക്ട്സിലൊക്കെ പുട്ട് സൈഡിലേക്കും കോൾ സൈഡിലേക്കൊക്കെ പ്രീമിയംസിൽ ഹൈ വോൾട്ടാലിറ്റിയും അനുഭവപ്പെട്ടു. മാത്രമല്ല പ്രീമിയംസ് ഒക്കെ ഇറാഷണൽ ആയിട്ട് തന്നെയാണ് ഇന്ന് ബിഹേവ് ചെയ്യുകയും ഉണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.5% അഥവാ 168 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഹോങ്കോങ്, തായ്ലൻഡ് മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ, ഇന്ത്യ ഉൾപ്പെടെ. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില $98.52 ക്രൂഡ് ഓയിലിന്റെ വില $96.34 എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വിലയിൽ 0.5% അഥവാ $27 ഇടിവാണ് അനുഭവപ്പെടുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ലിമിറ്റഡ് ബ്ലാക്ക് സ്റ്റോൺ പിന്തുണയുള്ള ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡുമായിട്ട് കമ്പനി ലയിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. UPL ഗ്രൂപ്പ് കമ്പനീസിന്റെ റീസ്ട്രക്ചറിംഗ് പ്രപ്പോസൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അപ്രൂവൽ ലഭിച്ചു. റിഫെക്സ് ഇൻഡസ്ട്രീസ് 2021-22 സാമ്പത്തിക വർഷത്തേക്ക് റായ്പൂരിലെ GST അസിസ്റ്റന്റ് കമ്മീഷണർ ഉന്നയിച്ച 35.29 കോടി രൂപയുടെ GST ഡിമാൻഡ് അപ്പലേറ്റ് അതോറിറ്റി തള്ളുകയുണ്ടായി. കപ്പാസിറ്റി ഇൻഫ്രാ പ്രോജക്ട്സ് റെയ്മണ്ട് റിയാലിറ്റി ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമായ 10X റിയാലിറ്റി ഈസ്റ്റ് ലിമിറ്റഡിൽ നിന്ന് 589 കോടി രൂപയുടെ ലെറ്റർ ഓഫ് ഇന്റന്റ് രസീത് കമ്പനിക്ക് ലഭിച്ചു. തെർമാക്സ് കമ്പനിയുടെ സബ്സിഡറിയായ ബിൽഡ് ടെക് പ്രൊഡക്ട്സിന്റെ ലയനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NCLTയുടെ ഭാഗത്തു നിന്നും അനുമതി ലഭിച്ചു. സുസ്ലോൺ എനർജി സോളാർ, ബാറ്ററി ഊർജം എന്നിവയിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുവാൻ കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.